മഴയുള്ള ദിവസം എന്താണെന്നറിയില്ല, നല്ല മടിയുള്ള ദിവസമാണെന്ന് പറയണത് പോലെ എനിക്ക് നല്ല മടിയുണ്ട് ഇന്ന് അടുക്കളയിൽ കയറാൻ. ഉച്ചയ്ക്ക് ഊണിന് സമയമായത് കൊണ്ട് കഴിക്കാനൊന്നുമില്ലാത്തത് കൊണ്ടും ഞാൻ നൈസായിട്ടൊന്ന് അടുക്കളയിൽ കയറി. ഫ്രിഡ്ജിലിരുന്ന കുറച്ച് അമരപ്പയറായിരുന്നു ഞങ്ങളുടെ തോരനുണ്ടാക്കി കേട്ടോ. അമരപ്പയർ കൊണ്ട് മാത്രമൊന്നും നടക്കില്ലല്ലോ, സൈഡായിട്ട് എന്തെങ്കിലും വീണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഫ്രിഡ്ജിൽ നിന്നൊരു 3 മുട്ടയും കൂടി എടുത്തു. മുട്ടയിൽ ഉള്ളിയും പച്ചമുളകും വേപ്പിലേക്ക് അരിഞ്ഞേക്കാൻ കിട്ടും. ഇനി ഇതിൽ കുറച്ച് കുരുമുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്ത് മാറ്റി വെച്ച് എന്തിനാന്നില്ലേ, കുറച്ച് പപ്പടം കൂടി വറുക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ നേരെ ഒരു ചട്ടി എടുത്ത് പപ്പടം വറുക്കാനുള്ള പ്ലാനായിരുന്നു കേട്ടോ എൻ്റെ മനസ്സിലെടുത്തത്. അപ്പോൾ നേരെ ഒരു ചട്ടി എടുത്തു. ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണയും കൂടി ഒഴിച്ചു. പപ്പടം കുനുകുനാന്ന് വറുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തു കേട്ടോ. പപ്പടം ചട്ടിയിലേക്ക് ഇട്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എന്നാൽ പിന്നെ പപ്പടം മുളകിട്ട് വറുത്താലോന്ന്. എന്നാൽ പിന്നെ പപ്പടം മുളകിട്ട് വറുക്കാമെന്ന് വിചാരിച്ച് പപ്പടം വേഗം വറുത്ത് കോരിയെടുത്തു. പപ്പടം വറുത്ത് കോരിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പത്തിൽ നമ്മുടെ പണി കഴിയും. കുറച്ച് കരിവേപ്പിലയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ പപ്പടം മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പപ്പടം മുളകിട്ടത് ഇവിടെ റെഡിയായി. അതും അങ്ങോട്ട് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു ഞാൻ. ഇനി നമുക്ക് നമ്മുടെ മുട്ടയും കൂടി വറുത്തെടുക്കണ്ടേ. ഇനി ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം നമ്മുടെ മുട്ട ഞാൻ ചട്ടിയിലേക്ക് ഒഴിച്ചു. നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കൊക്കെ നല്ലോണം സ്പ്രെഡൊക്കെ ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി മുട്ട മറിക്കാനാണ് പണി. എന്തോ ഭാഗ്യത്തിന് ഇന്നും മുട്ട എനിക്ക് മറിച്ചിട്ട് നല്ല കറക്റ്റായിട്ട് കിട്ടി. നമ്മൾ ചോറ് വിളമ്പും ഒപ്പം തന്നെ നമ്മുടെ അമരപ്പയറും പപ്പടവും മുട്ട വറുത്തതൊക്കെ കൂട്ടിയാണ് കേട്ടോ ഞാനിന്ന് ചോറുണ്ടത്. നല്ല മടിയുള്ള ദിവസങ്ങളിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന 2-3 ഐറ്റംസാണത്. തട്ടിക്കൂട്ടിയാണെങ്കിൽ ഉണ്ടാക്കണമെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കഴിക്കാവുന്ന ഒരു ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.